നിന്റെ വിവാഹത്തിനുള്ള സമയമായി. നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ മാഡം? നിയമം പാലിക്കേണ്ട നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്? കൊള്ളയ്ക്കും കൊലയ്ക്കും യൂണിഫോമിൽ നിങ്ങൾ കാവൽ നിൽക്കുകയാണോ? സത്യമാണ് അജയ് പറഞ്ഞത്. ഞാൻ നിയമം പാലിക്കാത്തവളാണ്. പക്ഷേ ഇവിടുത്തെ നിയമം ത്രിവിക്രമൻ തമ്പിയുടേതാണ്. അത് ഞാനായാലും നീ ആയാലും അനുസരിച്ചേ പറ്റൂ. നിന്നെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് വിവാഹം ചെയ്യിക്കും. അതാണ് തീരുമാനം. ഇല്ല, അതൊരിക്കലും നടക്കില്ല. ഞാൻ വിവാഹിതനാ. എന്റെ ഭാര്യ ഈ നിൽക്കുന്നവളാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല. കൂടെ വന്നില്ലെങ്കിൽ ബലമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വരും. സാധ്യമല്ല. ഒന്നിച്ച് ജീവിക്കാനായില്ലെങ്കിൽ ഒന്നിച്ച് മരിക്കും ഞങ്ങള്. മരണത്തിന് പോലും ഞങ്ങളെ വേർതിരിക്കാനാവില്ല. അജയ്, വാശി പിടിച്ചാൽ ത്രിവിക്രമൻ തമ്പി ഇങ്ങോട്ട് വരും. നിന്റെ മുന്നിലിട്ട് തമ്പി സാർ ഇവളെ കൊല്ലും. ഇവളെ രക്ഷിക്കാൻ നിന്റെ മുന്നിലുള്ള ഒരേ ഒരു മാർഗം ഞങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. കമോൺ. ഇതാ ഈ കള്ളൻ സ്വാമിയുടെ വിവാഹ സമ്മാനം. എന്താ ഇത്? കൊടുങ്ങല്ലൂരമ്മയുടെ മാന്ത്രിക മൂക്കുത്തി ത്രിവിക്രമൻ തമ്പിയുടെ രഹസ്യ ലോക്കറിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാ. അയ്യോ, ഇത് ഒന്നും പറയരുത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇതല്ലാതൊരു മാർഗമില്ല. വിവാഹത്തിന് താലി കെട്ടുന്നതിന് മുൻപ് കൊടുങ്ങല്ലൂരമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മൂക്കുത്തി ഉയർത്തണം. ഇതിന്റെ പ്രഭാവത്തിൽ ഭഗവതി നിങ്ങളെ രക്ഷപ്പെടുത്തും. ദാ. മേഘന, മേഘന, ഞാൻ നിനക്ക് നല്ലൊരു അവസരം തരാനാണ് വന്നിരിക്കുന്നത്. വേണം. എന്റെ അജയുടെ വിവാഹം നടക്കുമ്പോ മരിക്കാനൊരവസരം, അത് മാത്രം മതി എനിക്ക്. ഇനി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണമെന്നില്ല. അത് തന്നെയാ ഞാൻ പറഞ്ഞ അവസരം. തീച്ചട്ടി അമ്മയുടെ പ്രസാദത്തിന് ഏറ്റവും നല്ലത് നീ നിന്നെ തന്നെ ബലിയർപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താൽ നിനക്കും വലിയവളാകാൻ തീച്ചട്ടി അമ്മയെ പോലെ ശക്തിയാവാം. ഒരു കാലത്ത് നിന്നെ പേടിപ്പിച്ചവരെ മുഴുവൻ നിനക്ക് പേടിപ്പിക്കാം. ആ ശക്തി കൊണ്ട് നിനക്ക് നിന്റെ കുടുംബത്തെ സഹായിക്കണമെങ്കിൽ സഹായിക്കാം. വേണ്ട, എനിക്കൊരു ദുർമൂർത്തി ആവണ്ട. എനിക്ക് ആരോട് പ്രതികാരം ചെയ്യണ്ട. എന്തായാലും നീ മരിക്കും. അജയ് നഷ്ടപ്പെട്ട വേദന നിന്റെ മനസ്സിനെ കീറി മുറിക്കുന്നില്ലേ? അതുപോലെ നിന്റെ കഴുത്തിനെ ഒന്ന് കീറി മുറിച്ചാൽ മതി. മരണം നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പൊക്കോളും. ഒന്നുകിൽ സ്വയം നിനക്ക് ജീവൻ ഒടുക്കാം, അല്ലെങ്കിൽ കഴുത്തറുത്ത് നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. ഇനിയെല്ലാം നിന്റെ തീരുമാനം പോലെ. മോളെ, ദേവേട്ടാ, മേഘന മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ അവളെ സ്വപ്നം കണ്ടു. അവള് കരയായിരുന്നു ദേവേട്ടാ, പേടിച്ച് നിലവിളിക്കായിരുന്നു. മനസ്സിൽ ആദ്യമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആദ്യം ഉണ്ടാവില്ലേ ദേവേട്ടാ? എന്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് ആദ്യം ഉണ്ടാവില്ലേ? എന്റെ മോള് സേഫ് അല്ല. അജയ് ഒന്ന് വിളിക്ക് ദേവേട്ടാ, മേഘന് കൊടുക്കാൻ പറ. എനിക്കിപ്പോ അവളോട് സംസാരിക്കണം, പ്ലീസ്. വിളിക്ക. അജയ് കിട്ടുന്നില്ല. എന്നെ മേഘുവിനെ വിളിക്ക. അതും കിട്ടുന്നില്ല. എന്നാ പിന്നെ എങ്ങിതാ, ഞാൻ ഐശ്വര്യ വിളിക്കാം. അവളാണല്ലോ ഒരു സേഫ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞത്. ഐശ്വര്യയുടെ ഫോൺ സ്വിച്ച് ഓഫാ. എന്തോ അപകടം ദേവേട്ടാ, ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്താ പോലീസിൽ അറിയിച്ചേ പറ്റൂ. ഇനി അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്നാ ദേവേട്ടൻ ഇപ്പൊ തന്നെ പോയിട്ടോ.
ഞാൻ പോകാം, പക്ഷേ ഒരു കാര്യമുണ്ട്. താനിങ്ങനെ വിഭ്രാന്തി കാട്ടിയാല് ഞാൻ എന്താ ചത്ത് കളയുന്ന പേടിയാണോ? എന്റെ ശ്രീകുട്ടി പോയപ്പോ ഞാനത് ചെയ്യില്ലായിരുന്നോ? എനിക്കെന്റെ മക്കളെ കാണണം ദേവേട്ട. അതുവരെ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ദേവേട്ട പോയിട്ട് വാ, പോ. ശരി, ഞാൻ പെട്ടെന്ന് വരാം. താനേ ആ സുഗന്ധി എടുത്തിട്ട് അടുത്ത് പോയി കിടന്നു. ആ പാവം ഉറങ്ങാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ. നമ്മളെക്കാളും കൂടുതൽ അനുഭവിച്ചത് അവരല്ലേ. ദേവേട്ടൻ ചെല്ല്, ചെല്ല് ദേവേട്ട. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. ഇനി ഒന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല ദേവി. എന്നെ വിടാൻ. മര്യാദയ്ക്ക് അടങ്ങി നിന്നോണം. എതിർക്കണ്ട. ഈ വിവാഹം എന്റെ ആഗ്രഹമാണ്. ഇത് നടന്നേ പറ്റൂ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളെ വിവാഹം കഴിച്ചു. അവൾ അവിടെ തടവിൽ കിടക്കുക. അവളെ കൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഈ നിൽക്കുന്നത് എന്റെ അച്ഛന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ശരീരത്തിനോടുള്ള കടപ്പാടെങ്കിലും ഉണ്ടാവില്ലേ? എല്ലാം നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോ ചിലത് വിട്ടു തന്നൂടെ? എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ മേഘനെ എന്നോടൊപ്പം വിട്ട ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ വരില്ല. തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ അജയ്. നിന്റെ മുൻപിൽ ഇപ്പോൾ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഇവളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ മേഘനയെ ബലി കൊടുക്കുന്നതിന് സാക്ഷിയാകുക. മേഘനെ വീട്ടിലെത്തിക്കാന്ന് വാക്ക് തന്നല്ലേ? അതല്ലേ ഞാൻ സമ്മതിച്ചത്. അവളെ വീട്ടിലെത്തിക്കണം. എത്തിച്ചു എന്നുള്ളതിന് എനിക്ക് തെളിവും വേണം. അതെ, മേഘനയെ പോവാൻ സമ്മതിക്കണം. നിങ്ങൾ പറയുന്ന എന്ത് ഞാൻ അനുസരിക്കാം. തീച്ചട്ടി അമ്മയ്ക്കുള്ള ബലിയായി അവൾ സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കൊടുങ്ങല്ലൂരമ്മേ, കാത്തോളേ.